ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബ്രൊമാൻസ് എന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ടോണി എന്ന പോലീസുകാരനാകട്ടെ ഒരു കള്ളനെ പിടിക്കാൻ ഓടുന്ന വഴിക്ക് സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് വീഴുകയും അതിന്റെ വീഡിയോ അവിടെ നിന്നിട്ട് ആരോ എടുത്തിട്ട് അതെല്ലാം തന്നെ ഇൻസ്റ്റഗ്രാമിൽ റീലാക്കി പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ആ വീഡിയോ നല്ല ട്രോളായി മാറിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അയാൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാതായി. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നായകന്മാരായ ഷിൻഡോയുടെയും ബിൻഡോയുടെയും വീടാണ്. ഇവർ രണ്ടുപേരും സഹോദരന്മാരായിരുന്നു. ഷിൻഡോ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്. ബിൻഡോ ആകട്ടെ ബിഫാം കഴിഞ്ഞിട്ട് പണിയൊന്നും എടുക്കാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഷിൻഡോ നല്ല രീതിയിൽ ജോലിയെടുത്ത് ജീവിക്കുകയും ബിൻഡോ ഇങ്ങനെ കറങ്ങി നടക്കുകയും ചെയ്യുന്ന കാരണം എല്ലാവരും ഇവരെ രണ്ടുപേരും കമ്പയർ ചെയ്യുമായിരുന്നു. എന്നാൽ പോലും ഷിൻഡോയ്ക്കും ബിൻഡോയ്ക്കും ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല. അവർ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെയാണ്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ബിൻഡോയ്ക്ക് കൂർഗിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ അവന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കാശും ഷിൻഡോ അവൻ അയച്ചു കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ബിൻഡോയും അവന്റെ കൂട്ടുകാരും ചേർന്നിട്ട് കൂർഗിലേക്ക് പോകുന്നതാണ്. ബിൻഡോയും കൂട്ടുകാരും ബെൽജിനും ചേർന്നിട്ട് ന്യൂ ഇയർ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെയുള്ളൊരു വലിയ റൌഡി ഗ്യാങ്ങിലുള്ള ആശിഷ് ബൊപ്പണ്ണ എന്ന് പറയുന്ന ഒരാള് വരുന്നുണ്ട്. ഈ പാർട്ടിയിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് അയാൾ അടിയുണ്ടാക്കുന്നു. ഈ അടിയെല്ലാം തന്നെ നമ്മുടെ ബിൻഡോ ആകട്ടെ തന്റെ മൊബൈൽ പകർത്തുന്നുണ്ട്. അതിനിടയ്ക്ക് ആ റൌഡി ഗ്യാങ്സിന്റെ കൂട്ടത്തിൽ ഒരാൾ വന്ന് തട്ടിയപ്പോഴാകട്ടെ ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴുന്നുണ്ട്. ബിൻഡോയ്ക്കാകട്ടെ അതിയായ ദേഷ്യം വരുന്നു. അവൻ അയാളുടെ മുഖത്ത് നോക്കി ഒരു അടിയും കൊടുക്കുന്നു. ഇത് കണ്ട് ബെൽജിയം വന്നിട്ട് ബിൻഡോയോട് പറയുന്നുണ്ട്, അവന്മാരൊന്നും നീ ഉദ്ദേശിക്കുന്ന ആൾക്കാരില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകാതുകൊണ്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാമെന്ന്. അവന്മാര് ബിൻഡോയെ തിരിച്ചടിക്കാൻ വരുന്നതിന് മുമ്പ് ബിൻഡോയും കൂട്ടരും അവിടെ നിന്നും പോയി. ബിൻഡോയ്ക്കാകട്ടെ കീലേരി വെച്ചു എന്നുള്ള പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. അവൻ ഇതുപോലത്തെ കുറെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് അതിലിടാറുണ്ട്. അങ്ങനെ ഇവരുടെ അടിയുടെ വീഡിയോസും അവൻ എഡിറ്റ് ചെയ്ത് ഇടാൻ തുടങ്ങുന്നിടത്ത് അവൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വരുന്നു, നീ ഷിൻഡോയുടെ അനിയനല്ലേ എന്ന് ചോദിച്ചിട്ട്. അതേന്ന് അവൻ തിരിച്ച് മെസ്സേജ് ചെയ്തപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് നിന്റെ കോൺടാക്ട് നമ്പർ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത മെസ്സേജ് വന്നു. അവൻ അപ്പൊ തന്നെ നമ്പർ അയച്ചു കൊടുത്തു. ആ ആൾ അവനെ വിളിക്കുകയും ചെയ്തു. അവന്റെ പേര് ഷെബീർ എന്നായിരുന്നു. അവൻ ഇവന്റെ സഹോദരൻ ഷിൻഡോയുടെ കൂട്ടുകാരനാണ്. താൻ കൊച്ചിയിലാണ് ഇപ്പോൾ ഉള്ളതെന്നും ഷിൻഡോയെ കാണുന്നില്ലെന്നുമാണ് ഷെബീർ ഇവനോട് പറഞ്ഞത്. ഇത് കേട്ടതും ബിൻഡോ ആകെ സങ്കടത്തിലായി. എത്രയും പെട്ടെന്ന് നീ ഇവിടെ വരണമെന്ന് ഷെബീർ പറയുന്നു. അങ്ങനെ പെട്ടെന്ന് ബിൻഡോ കൊച്ചിയിലെത്തി. അവിടെ എത്തിക്കഴിയുമ്പോൾ ഷെബീർ അവനെ കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് ഷിൻഡോയുടെ അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു. സ്പെയർ ക്യൂ ഉപയോഗിച്ചിട്ട് അവന്റെ അപ്പാർട്ട്മെന്റ് തുറന്നതും അവിടെ എല്ലാം തന്നെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. ഒരിക്കലും ഷിൻഡോ ഇങ്ങനെയൊന്നും തന്നെ റൂം ഇട്ടിരിക്കില്ല. അവൻ എപ്പോഴും നീറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് ബിൻഡോ ചോദിക്കുന്നു. അവനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് ഷെബീറും പറയുന്നത്. എന്താ ശരിക്കും സംഭവിച്ചെന്ന് അവൻ ചോദിക്കുമ്പോൾ ഷെബീർ നടന്ന കാര്യങ്ങൾ പറയുന്നു. 30ാം രാത്രി ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഷിൻഡോ ആകട്ടെ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ട്. എന്റെ ഐശ്വര്യമില്ലാതെ എനിക്ക് പറ്റില്ല, അവൾ എന്റെ എല്ലാമായിരുന്നു, പക്ഷെ അവൾ എന്നെ ഇപ്പോൾ ചതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവനിരുന്ന് കരയുന്നത്. ഒരുത്തി പോയ വേറൊരുത്തി വരുമെന്ന് പറഞ്ഞിട്ട് ഷെബീർ ആകട്ടെ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ അതൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഷെബീർ ആകട്ടെ യൂറിൻ പാസ് ചെയ്യാൻ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് ഷിൻഡോ പുറത്തിരുന്ന് പറയുന്നുണ്ട്, ഐശ്വര്യമില്ലാതെ എനിക്ക് പറ്റില്ല, ഇനി ഒരുത്തിനും എന്നെ കാണില്ല എന്നൊക്കെ. കുറച്ചു കഴിഞ്ഞ് ഷെബീർ ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വന്ന് നോക്കുമ്പോഴേക്കും ഷിൻഡോ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം മുതലാണ് അവനെ കാണാതായിരിക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് തനിക്കും അറിയില്ല എന്ന് ഷെബീർ പറയുന്നു. എന്നാൽ നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാമെന്ന് ബിൻഡോ പറയുന്നു. അതിനു മുമ്പ് ഇവനെ തേച്ചെന്ന് പറഞ്ഞ പെൺകുട്ടി എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഷെബീർ പറയുന്നുണ്ട് അവൾ കടവന്ത്രയിലുണ്ടെന്ന്. അങ്ങനെ ആദ്യം അവളെ കണ്ട് ചോദിക്കാൻ വേണ്ടിട്ട് ഇവർ പോകുന്നു. അവൾ ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. അവളുടെ പേര് ഐശ്വര്യ എന്നാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഷെബീർ പറയുന്നുണ്ടായിരുന്നു, നീ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല അവളോട് സംസാരിക്കുന്നത്, അവളുടെ ഇതൊരു പ്രത്യേക ക്യാരക്ടറാണ്. രണ്ടും കൽപ്പിച്ച് ബിൻഡോ ആകട്ടെ അവിടേക്ക് പോയി. താൻ ഷിൻഡോയുടെ അനിയനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളാകട്ടെ ഇവനോട് ചൂടാകാൻ തുടങ്ങി. എനിക്ക് അവന്റെ പേര് പോലും കേൾക്കണ്ട എന്നും കോംപ്രമൈസിനാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ട വിട്ടോളാനും അവൾ പറയുന്നു. എന്നാൽ ബിൻഡോ ഒക്കെ ചൂടായിട്ട് അവളോട് പറയുന്നുണ്ട്, നിങ്ങൾ കാരണം എന്റെ ചേട്ടൻ ഇപ്പോൾ മിസ്സിംഗ് ആണെന്ന്, നിങ്ങൾ തേച്ചത് കാരണം എന്റെ ചേട്ടൻ എവിടെ പോയെന്ന് പോലും എനിക്കറിയില്ല. അവളതൊന്നും മൈൻഡ് ചെയ്ത് ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് തിരിച്ച് കയറി പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഇവൻ ചീത്ത വിളിക്കാൻ തുടങ്ങി. അവൻ വിളിച്ചതിന്റെ അപ്പുറം ചീത്ത അവളും തിരിച്ചു വിളിച്ചു. അവസാനം അതെല്ലാം കിട്ടുകൊണ്ട് ഇവർ രണ്ടുപേരും പുറത്തിറങ്ങി വരുന്നു. ഇനിയിപ്പോ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേ വഴിയുള്ളൂ. അങ്ങനെ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാകട്ടെ ബിൻഡോയുടെ ഫോണിലേക്ക് അവന്റെ അമ്മ വിളിക്കുന്നുണ്ട്. നീ എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ കൂർഗിൽ നിന്നും കൊച്ചിയിലെത്തിയെന്നും ഷിൻഡോയുടെ അടുത്താണെന്നും പറയുന്നു. ഷിൻഡോ എവിടെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവന്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ ഞാനിപ്പോ കൂട്ടുകാരുടെ കൂടെ പുറത്താണ്, ചേട്ടൻ നല്ല തിരക്കായിരിക്കുന്നു പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഫോൺ വെക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ടെൻഷൻ ആകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ ആരോടും ഒന്നും പറഞ്ഞില്ല. അതിനിടയ്ക്ക് അവനെ എസ് ഐ വിളിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും എസ് ഐയുടെ റൂമിലേക്ക് ചെന്ന് കയറിയപ്പോഴാകട്ടെ അവിടുത്തെ എസ് ഐ ടോണി ഇവനെ കണ്ടതും ഒന്ന് ഞെട്ടുന്നു. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആ എസ് ഐ കണ്ടതും ബിൻഡോ ഞെട്ടി. അത് മറ്റാരുമായിരുന്നില്ല, മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ടോണി എന്ന് പറയുന്ന ആളായിരുന്നു. അന്ന് ടോണി സ്റ്റെപ്പിൽ നിന്ന് വീണ വീഡിയോ എടുത്തതാകട്ടെ നമ്മുടെ ബിൻഡോയും. അത് കാരണം ഈ എസ് ഐക്ക് ഒരുപാട് നാണക്കേടായി. അയാളുടെ കരിയറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലായിരുന്നു ആ വീഡിയോ വൈറലായത്. അന്ന് ഇവൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഈ എസ് ഐ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് ചെറുതായിട്ട് ഓർമ്മ വന്നത്. അയാളെ കണ്ടതും നമ്മുടെ ബിൻഡോയും ആകെ ടെൻഷനിലായി. എന്നാൽ അതിനെപ്പറ്റി ഒന്നും തന്നെ തൽക്കാലം അയാൾ ഇപ്പോൾ അവനോടൊന്നും സംസാരിച്ചില്ല. ഷിൻഡോയെ പറ്റിയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് അവര് നേരെ ഷിൻഡോയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. അവിടെ എത്തി പരിശോധിച്ച ശേഷം അയാൾ ചോദിക്കുന്നുണ്ട് ഇവൻ വല്ല ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. അങ്ങനെയൊന്നും ഇല്ലാന്ന് ഇവര് പറയുന്നു. ഇവന്റെ ബ്രേക്കപ്പിലൊക്കെ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. തൽക്കാലം അനിയൻ മാത്രം ഒന്ന് റൂമിലേക്ക് വാന്ന് പറഞ്ഞിട്ട് എസ് ഐ ടോണി ആകട്ടെ നമ്മുടെ ബിൻഡോയെ റൂമിലേക്ക് കയറ്റുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് നീയല്ലേ കീലേരി വെച്ചു എന്ന്. അത് തനിക്കൊരു തെറ്റ് പറ്റിയതാ, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരയുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നുണ്ട് നീ ഒറ്റ ഒരുത്തം കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങി കേരള പോലീസിന് അഭിമാനമായിട്ട് നിന്നിരുന്ന ഞാനാകട്ടെ നീ
ഇട്ട ഒരൊറ്റ വീഡിയോ കാരണം കേരള പോലീസിന് തന്നെ അപമാനമായി മാറി. എന്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാനും വയ്യ, പിള്ളേർക്ക് സ്കൂളിൽ പോകാനും വയ്യ, എല്ലായിടത്തും നാണക്കേട്. എന്നാൽ അവനാകട്ടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. അവനോടുള്ള ദേഷ്യത്തിൽ അയാൾ പറയുന്നുണ്ട്, നിന്റെ ചേട്ടനെ ഒന്നുകിൽ നീ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ നിനക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് എന്താ അവിടെ നടന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഷബീർ തൽക്കാലം അവനോട് പറയുന്നുണ്ട്, ഞാൻ 2 ദിവസമായിട്ട് ഓഫീസിൽ പോയിട്ടില്ല, ഒന്ന് ഓഫീസിൽ പോയി സൈൻ ചെയ്തിട്ട് വരാമെന്ന്, അതുവരെ നീ ഇവിടെ റെസ്റ്റ് എടുക്കാൻ. അങ്ങനെ ഷബീർ അവിടെ നിന്നും പോയി. ബിന്ദു ആകട്ടെ ഷിൻഡോയെ പറ്റി ആലോചിക്കുകയാണ്. ചെറുപ്പം മുതലേ അവർ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു. പലപ്പോഴും അവന് കിട്ടേണ്ട അടി വീട്ടുകാരിൽ നിന്ന് അവന്റെ ചേട്ടനാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം എങ്ങനെയെങ്കിലും ഷിൻഡോയെ കണ്ടുപിടിക്കണം എന്നൊരു ലക്ഷ്യത്തിലായിരുന്നു ബിന്ദു. അവൻ പെട്ടെന്ന് തന്നെ കൊച്ചിയിലുള്ള തന്റെ ഒരു കൂട്ടുകാരനെ വിളിക്കുന്നു. കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ എനിക്കറിയാം, ഞാൻ അവന്റെ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടൊരു നമ്പർ ബിന്ദോയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ആള് കുറച്ചു കഴിയുമ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. അവന്റെ പേര് ഹരിഹര സുധൻ എന്നാണ്. അവനൊരു ഹാക്കർ ആയിരുന്നു. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട്, തന്റെ ചേട്ടനെ കണ്ടുപിടിച്ചു തരാനൊന്നും എനിക്ക് പറ്റില്ല, പക്ഷെ അവന്റെ ഫോൺ എവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കാം. അത് മതി, ഫോൺ കിട്ടുവാണെങ്കിൽ ആളെ കിട്ടുമല്ലോ എന്നാണ് ബിന്ദു പറയുന്നത്. അങ്ങനെ ഫോണിന്റെ ലൊക്കേഷൻ തേടി അവരൊരു വീട്ടിലെത്തുന്നു. ക്ലോസ് ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ ഫോൺ റിങ് ചെയ്യിപ്പിക്കാൻ തനിക്ക് പറ്റുമെന്നും ഹരിഹര സുധൻ പറയുന്നുണ്ട്. അവര് പോയി കോളിംബെല്ലടിക്കുമ്പോൾ തുറക്കുന്നത് നമ്മുടെ ഷബീർ ആയിരുന്നു. അത് അവന്റെ റൂമാണ്. ഓഫീസിൽ പോവുകയാണെന്ന് പറഞ്ഞ് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഷബീർ പറയുന്നുണ്ട്, താൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് വർക്ക് ഫ്രം ഹോം എടുത്ത് ഇങ്ങോട്ട് പോന്നു. 2 ദിവസമായിട്ട് ഉറക്കം ശരിയല്ലായിരുന്നു, അതുകൊണ്ടൊന്ന് ഉറങ്ങിയിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നേന്ന് അവൻ പറയുന്നു. നിങ്ങൾ എങ്ങനെ എന്റെ വീട് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ച സമയത്ത് ഹരിഹര സുധനാകട്ടെ ഷിൻഡോയുടെ ഫോൺ റിങ് ചെയ്യിപ്പിക്കുന്നു. ആ ഫോൺ നമ്മുടെ ഷബീറിന്റെ സോഫയ്ക്കിടയിലുണ്ടായിരുന്നു. ഇത് കണ്ടതും ബിന്ദു ആകെ ദേഷ്യത്തിലായി. തന്റെ ചേട്ടന്റെ ഫോൺ ഇവിടെയുണ്ട്, നീ എന്റെ ചേട്ടനെ എന്താ ചെയ്തെന്ന് ചോദിച്ചിട്ട് ഷബീറുമായിട്ട് അവൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവര് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ഐഷു കയറി വരുന്നു. അവളെ കണ്ടതും ബിന്ദു ആകെ ദേഷ്യത്തിലായി. ഇവളെടുത്ത് സംസാരിക്കാൻ പോലും നിനക്ക് പേടിയാന്നാ പറഞ്ഞ, പിന്നെ എന്തിനാ ഇവള് നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണോ എന്റെ ചേട്ടനെ കൊന്നതെന്നൊക്കെ ചോദിക്കുന്നു. എന്താ സംഭവിച്ചെന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ താൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞതും ഷബീർ ആക്കട്ടെ നടന്ന കാര്യങ്ങൾ പറയുന്നു. ഷിൻഡു മദ്യപിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് ഷബീറിന്റെ ഈ വീട്ടിൽ വെച്ചായിരുന്നു. അവളുടെ യഥാർത്ഥ മുഖം ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്, അവൾ എന്നെ ചതിച്ചു എന്നൊക്കെ ഇവനിരുന്ന് പറയുന്നുണ്ട്. എന്നെ ചതിച്ചിട്ട് അവൾ അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കണ്ട. എന്നാൽ ഇത് കേട്ട് ഷബീർ അവനോട് പറയുന്നുണ്ട്, അപ്പൊ നീ എന്നെ ചതിച്ചതോ? സ്റ്റോക്ക് മാർക്കറ്റ്, ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് വാങ്ങിയിട്ടുണ്ട്. ഇത് കേട്ട് ഷിൻഡു പറയുന്നു, നിന്റെ 1.5 ലക്ഷം രൂപയല്ലേ, അതിന് നീ എന്തിനാ ഇങ്ങനെ ഇടുന്ന് ചൂടാവുന്നേന്ന്? 1.5 ലക്ഷം എനിക്ക് വലുത് തന്നെയാണ്, ഞാൻ എഡ്യൂക്കേഷൻ ലോൺ ഇതുവരെയും അടച്ചു തീർത്തിട്ടില്ല, എന്റെ ഉമ്മ എപ്പോഴും തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഷബീർ പറയുകയും ഇവർക്കിടയിൽ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. ദേഷ്യപ്പെട്ട് ഷബീർ ആകട്ടെ അവനോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അതിനിടയ്ക്കാണ് ഇവരുടെ കൈ തട്ടിയിട്ട് ഷിൻഡോയുടെ ഫോൺ ആ സോഫയ്ക്കിടയിലേക്ക് വീഴുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഷിൻഡോയെ പിന്നെ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. ഇതെല്ലാം കേട്ട് ബിന്ദു പറയുന്നുണ്ട്, നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്തിനു വിശ്വസിക്കണമെന്ന്? നീ ചിലപ്പം കള്ളം പറയുകയാണെങ്കിലോ? എന്നാൽ ഹരിഹരൻ പറയുന്നുണ്ട്, അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അയാൾ പറയുന്നത് സത്യമാണെന്ന്. എന്നാൽ ഐഷു ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന് ബിന്ദു പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ പറയുന്ന ഐഷു ഞാനല്ല, കാരണം ഞാനും അവനും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് ഏകദേശം 4 മാസം കഴിഞ്ഞു. അവൻ ഇപ്പോഴല്ലേ ബ്രേക്കപ്പിന്റെ കാര്യവും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? ആ ഐഷു വേറെ ആരെങ്കിലും ആയിരിക്കും. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീയൊക്കെ ഇനി എന്തേലും കാണിക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. ഷിൻഡോയുടെ ഫോൺ ചെക്ക് ചെയ്യുന്നതിൽ നിന്നും ഹരിഹരൻ പറയുന്നുണ്ട്, തനിക്കൊരു ലീഡ് കിട്ടി. കൊറിയർ ബാബു എന്ന് പറയുന്ന ഒരാളാകട്ടെ ഷിൻഡോയെ കുറെ തവണ വിളിച്ചിട്ടുണ്ട്, ഏകദേശം 23 മിസ്ഡ് കോൾ വന്നിട്ടുണ്ടെന്ന്. അവരത് സംസാരിച്ചുകൊണ്ട് നിന്നതും കഥകു തുറന്നിട്ട് വീണ്ടും നമ്മുടെ ഐഷു അകത്തേക്ക് കയറി വരുന്നു. അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവരെന്താ പറയുന്നതെന്ന് അവിടെ നിന്ന് കേൾക്കുകയായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ കൊറിയർ ബാബുവിനെ തനിക്കറിയാമെന്ന് പറയുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് ഈ കൊറിയർ ബാബുവിന്റെ അടുത്തേക്ക് പോയി. ഐഷുവിന്റെ കാറിലാണ് പോകുന്നത്. അവളാകട്ടെ ഭയങ്കര ഹാർഷായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അവരെല്ലാവരും അതിനകത്തിരുന്ന് പേടിക്കുകയായിരുന്നു. ഇവര് കൊറിയർ ബാബുവിനെ കണ്ടിട്ട് ഷിൻഡോ എവിടെയെന്ന് ചോദിച്ചതും അയാളാകട്ടെ അവരോട് പറയുന്നുണ്ട്, ഷിൻഡോയെ ഞാനങ്ങ് കൊന്നുവെന്ന്, അവനെ അന്വേഷിച്ച് നീയൊന്നും നടക്കണ്ടെന്ന്. ഇത് കേട്ടതും ബിന്ദു ആകെ തകർന്നു. അവൻ ദേഷ്യത്തിലാകട്ടെ ഇയാളെ അടിക്കാൻ ചെല്ലുന്നു. എന്നാൽ ഇയാളുടെ ഒരു കൈക്കുണ്ടായിരുന്നില്ല അവൻ. അയാൾ പെട്ടെന്നൊരു തോക്കെടുത്ത് ഇവരെല്ലാം ചൂണ്ടിട്ട് പേടിപ്പിക്കുന്നു. ഇതുവരെ ഞാൻ അവനെ കൊന്നിട്ടില്ല, പക്ഷെ അവനെ ഞാൻ കൊന്നുകളയും. അവനെ നിങ്ങൾക്ക് ജീവനോടെ വേണമെങ്കിൽ 15 ലക്ഷം രൂപ എനിക്ക് തരണം. അവൻ എന്റെ കയ്യിൽ നിന്ന് പലതവണയായിട്ട് അത്രയും രൂപ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഷിൻഡോയെ ജീവനോടെ കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് കാശുമായിട്ട് വരണം. തോക്ക് കാണിച്ച് പേടിപ്പിച്ചതോടുകൂടി അവരെല്ലാം അവിടെ നിന്ന് പോയി. കൊറിയർ ബാബുവിന്റെ അടുത്ത് ഷിൻഡോ ഉണ്ടെങ്കിൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവനെ വെറുതെ വിടും. എന്നാൽ അത്രയും കാശ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ആകെ ഒരു വഴിയുള്ളൂ, പോലീസിന്റെ സഹായം തന്നെ തേടാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബിന്ദു ആകട്ടെ നേരെ നമ്മുടെ ടോണിയെ പോയി കാണുന്നുണ്ട്. ഷബീറിനോട് അകത്തേക്ക് വരണ്ടെന്നും പറയുന്നു. ചേട്ടനെ പറ്റി അന്വേഷിക്കണമെങ്കിൽ അവനോട് ഒരു കാര്യം ചെയ്യാൻ അയാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, അവൻ നായെ പോലെ കുനിഞ്ഞു നിന്ന് അഭിനയിക്കണം, വാലാട്ടുകയും മൂത്രമൊഴിക്കുകയും ഒക്കെ വേണം. അതെല്ലാം തന്നെ അയാൾ തന്റെ ഫോണിൽ പകർത്തുകയും ചെയ്യുന്നു. അവൻ അയാളോട് ചെയ്തതിന് പകരമായിട്ട് അവനിട്ടൊരു പണി. ചേട്ടന് വേണ്ടിയിട്ട് അവൻ അതെല്ലാം തന്നെ ചെയ്യുന്നു. എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇനി ഞാൻ നിന്റെ ചേട്ടനെ കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്ന്. അങ്ങനെ ടോണിയും കൂട്ടരും ചേർന്നിട്ട് നേരെ കൊറിയർ ബാബുവിന്റെ അടുത്ത് പോയിട്ട് ഷിൻഡോ എവിടെയെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അയാൾ നടന്ന കാര്യങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ ഇയാൾ ഷിൻഡോ ഒന്നും തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഷബീറുമായിട്ട് വഴിക്കിട്ട് പുറത്തേക്കിറങ്ങി വന്ന ഷിൻഡോയെ അയാൾ വഴിയിൽ വെച്ച് കാണുകയും അവനെ വണ്ടിയിലേക്ക് കയറ്റുകയും ചെയ്തു. ഒരു തവണ ഇയാളുടെ അടുത്ത് വന്നിട്ട് ഷിൻഡോ ആകട്ടെ കാശ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാക്കി അവൻ ഷെയർ മാർക്കറ്റിൽ ഇട്ടിട്ട് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ
അയാളുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ക്യാഷ് വാങ്ങി. എന്നാൽ അത് ഇതുവരെ അവൻ തിരിച്ചു കൊടുത്തിട്ടില്ല. കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ കാറിലിരുന്ന് ഷിൻഡോ അയാളോട് പറയുന്നുണ്ട്, ഞാൻ അല്ലേലും ചാവാൻ ഇറങ്ങി പുറപ്പെട്ടതാ, എന്നെ അങ്ങ് കൊന്നോളാൻ. സ്വയം കൊന്നോളാൻ പറയുന്ന ഒരുത്തിനെ പിന്നെ താൻ എന്ത് ചെയ്യാനാ? അത് കാരണം അവനെ ഞാനൊരു ജംഗ്ഷനിൽ ഇറക്കി വിട്ടു എന്നാണ് കൊറിയർ ബാബു പറയുന്നത്. അല്ലാതെ ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവരോട് ഞാൻ അവനെ ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. അവനോ കാശ് തന്നില്ല. അവൻ എന്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ആ കാശെങ്കിലും വാങ്ങിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കള്ളം പറഞ്ഞത്. അതിനുശേഷം പോലീസുകാർ CCTV ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൊറിയർ ബാബു പറഞ്ഞ പോലെ അയാളാകട്ടെ ഷിൻഡോയുടെ അടുത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നാൽ 1 കിലോമീറ്റർ മാറി അടുത്ത ജംഗ്ഷനിൽ ഒരു CCTV ഉണ്ട്. ആ CCTVയിൽ ഷിൻഡോ കടന്നു പോയിട്ടില്ല. അതിനർത്ഥം ഇതിനിടയ്ക്ക് വെച്ചിട്ടാണ് അവൻ മിസ്സായിരിക്കുന്നത്. ഒന്നുകിൽ അവനാകട്ടെ അതുവഴി വന്ന ഏതെങ്കിലും വണ്ടിയിൽ കയറി പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ രണ്ടാമത്തൊരു കാര്യം, അവിടെ അടുത്തൊരു കായലുണ്ട്. ആ കായലിൽ നോക്കേണ്ടി വരും അവൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ. തൽക്കാലം അവർ ആദ്യത്തെ ഓപ്ഷൻ നോക്കുന്നു. അതുവഴി കടന്നുപോയ വണ്ടികളുടെ എല്ലാം തന്നെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ ആൾക്കാരെല്ലാം തന്നെ വിളിച്ചിട്ട് അന്ന് രാത്രി നിങ്ങളുടെ വണ്ടിയിൽ ആരെങ്കിലും ലിഫ്റ്റ് ചോദിച്ച് കയറിയിരുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു ലോറിക്കാരൻ പറയുന്നുണ്ട്, അന്ന് രാത്രി ഒരുത്തൻ കയറിയിട്ടുണ്ടായിരുന്നു, അവൻ കയറിയപ്പോ തൊട്ട് കരച്ചിലായിരുന്നു എന്ന്. കൂർഗിലേക്ക് പോകാൻ അവൻ വഴി ചോദിച്ചത്. താൻ അങ്ങോട്ടല്ല പോകുന്നതെന്ന് അവനോട് പറയുകയും അവന് കൂർഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കിട്ടുന്നിടത്ത് ഇറക്കി വിടുകയും ചെയ്തു. ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ടോണിയാകട്ടെ ബിൻഡോയോട് പറയുന്നുണ്ട്, നീ കൂർഗിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്? നിന്റെ ചേട്ടൻ പോയിരിക്കുന്നത് കൂർഗിലേക്കാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ കേസ് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകും. അതിൽ നല്ലത് നിങ്ങൾ തന്നെ പോയി അന്വേഷിക്കുന്നതാ. എന്നാ പിന്നെ അവരെല്ലാം കൂടെ അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ ഒരു വണ്ടി വേണം, ബസ്സിനൊന്നും പോകാൻ പറ്റില്ല. താൻ വണ്ടി ഓടിക്കാമെന്ന് ഐഷു പറഞ്ഞെങ്കിലും അവളുടെ വണ്ടി പോകാൻ എല്ലാവർക്കും പേടിയായിരുന്നു. തൽക്കാലം പോലീസുകാരനാകട്ടെ നമ്മുടെ കൊറിയർ ബാബുവിനെ വിളിക്കുന്നു. താനും എന്തായാലും ഇൻഡയറക്റ്റ് ആയിട്ട് ഈ കേസിൽ ഇൻവോൾവഡ് ആണ്. കാരണം അവസാനം അവനെ കണ്ടത് താനാണ്. അതുകൊണ്ട് തൽക്കാലം ഇവരുടെ കൂടെ പോയി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. ആദ്യം അയാൾ സമ്മതിച്ചില്ലെങ്കിലും അയാളുടെ പേരിലുള്ള പഴയ കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവരുടെ കൂടെ അയാളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് ഷിൻഡോയെ കണ്ടുപിടിക്കാൻ കൂർഗിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഹരിഹരൻ ചോദിക്കുന്നുണ്ട്, ഷിൻഡോയ്ക്ക് അവിടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ എന്ന്. ബിൻഡോയ്ക്ക് അതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അവൻ പഠിച്ച കോളേജിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഹരിഹരനാകട്ടെ 2011 ബാച്ചിലുള്ള അവന്റെ ഫ്രണ്ട്സിന്റെ എല്ലാം തന്നെ ലിസ്റ്റ് എടുക്കുന്നു. അവൻ MBA പഠിച്ചത് കർണാടകയിലായിരുന്നു. അവന്റെ ക്ലാസ്മേറ്റ്സിൽ നിന്നും കൂർഗിലുള്ള ഒരാളെ അവർ കണ്ടെത്തുന്നു. ആ പെൺകുട്ടിയുടെ പേര് ഐശ്വര്യ ബൊപ്പണ്ണ എന്നാണ്. അവളെയും വീട്ടിൽ വിളിക്കുന്നത് ഐഷു എന്ന് തന്നെയായിരിക്കും. ചിലപ്പോ ഈ ഐഷുവിന്റെ കാര്യമായിരിക്കും ഷിൻഡോ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവളുടെ അടുത്തേക്ക് തന്നെ പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. കാരണം 2 ദിവസം കഴിയുമ്പോൾ അവളുടെ കല്യാണമാണ്. അവൻ എന്തായാലും അവളെ കാണാൻ വേണ്ടിയിട്ടും ആ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടും അവിടേക്ക് പോയിട്ടുണ്ടാകും. അവിടെ എത്തിക്കഴിയുമ്പോൾ ബിൻഡോ ആകട്ടെ നമ്മുടെ ഐഷുവിനോട് പറയുന്നുണ്ട്, നീ അകത്തേക്ക് പോയിട്ട് ആ പെൺകുട്ടിയുടെ ഫ്രണ്ടാണ് നീ എന്ന് പറഞ്ഞിട്ട് അവളോടൊന്ന് പോയി സംസാരിക്കാൻ. അങ്ങനെ നമ്മുടെ ഐഷു ആകട്ടെ ആ കർണാടകക്കാരി ഐശ്വര്യയെ കാണാൻ വേണ്ടി പോയി. ബാക്കി എല്ലാവരും പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ആ പെൺകുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ഇവർ ആരൊക്കെയാണെന്ന് തിരക്കുന്നു. ഞങ്ങൾ ഐശ്വര്യയുടെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് അവർ പരിചയപ്പെടുത്തുന്നു. എന്നാ പിന്നെ അകത്തേക്ക് വാ, ആഹാരം കഴിക്കുന്നു പറഞ്ഞിട്ട് അയാളാകട്ടെ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ഇവരും അകത്തേക്ക് കയറിപ്പോയി അവളുടെ ഫ്രണ്ട്സ് ആയിട്ട് അഭിനയിക്കുന്നു. ഇവിടെ നമ്മുടെ ഐഷു ആകട്ടെ ഐശ്വര്യയുടെ അടുത്ത് എത്തിയപ്പോൾ ഐശ്വര്യക്കാകട്ടെ ഓൾറെഡി തന്നെ ഐശ്വര്യനെ അറിയാം. നിനക്കിങ്ങനെ എന്നെ അറിയാമെന്ന് ഐഷു ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ഷിൻഡോ വഴി അറിയാമെന്ന്. ഷിൻഡോ ഇവിടെ വന്ന ശേഷം വലിയ പ്രശ്നമുണ്ടായി. എന്റെ സഹോദരൻ ഷിൻഡോയെ എന്ത് വേണമെങ്കിലും ചെയ്തു കളയും. എന്താ കാര്യമെന്ന് ഐഷു ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, ഞാനും ഷിൻഡോയും ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങി. എന്നാൽ ബിസിനസ് എല്ലാം തന്നെ പൊളിഞ്ഞു. ഒരുപാട് കാശ് നഷ്ടം വന്നതോടുകൂടി നാട്ടിൽ നിൽക്കാൻ വയ്യാതെയായി. ഞാനാകട്ടെ ന്യൂയോർക്കിലേക്ക് പോയി, ഷിൻഡോ നാട്ടിലേക്കും പോയി. അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞിട്ട് അവൻ വീണ്ടും കോണ്ടാക്റ്റിൽ വന്നു. അപ്പോഴേക്കും എന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവനാകട്ടെ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ ബാച്ചിലർ പാർട്ടി നടക്കുന്നതിന്റെ അന്ന് വന്ന് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി. 31 രാത്രിയായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത്. ഇത് കണ്ട് എന്റെ അനിയനാകട്ടെ അവനുമായിട്ട് വഴക്കിടുകയും ചെയ്തു. എന്റെ അനിയൻ ആശിച്ച വലിയൊരു പ്രശ്നക്കാരനാ. അവൻ ഷിൻഡോയെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അവനിപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. അവനെ എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷിക്കുന്നതാ നല്ലതെന്നും ഈ പെൺകുട്ടി പറയുന്നു. അവളുടെ ബ്രദറിനെ പിടിച്ചിടിച്ചിട്ട് നമുക്ക് ഷിൻഡോയെ രക്ഷിക്കാമെന്ന് കൊറിയർ ബാബു പറയുന്നുണ്ട്. ആ സമയത്താണ് അവളുടെ ബ്രദർ അവിടേക്ക് വരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ മൂവിയുടെ തുടക്കത്തില് ബിൻഡോ പാർട്ടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ വെച്ച് അടിയുണ്ടാക്കിയ കുറച്ച് റൌഡി ഗാങ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലുണ്ടായിരുന്ന ആശിഷ് ബോപ്പണ്ണയായിരുന്നു ഇത്. ബിൻഡോ അവനെ കണ്ട് പേടിക്കുന്നു. ബാക്കി എല്ലാവർക്കും അന്ന് താൻ എടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ വീഡിയോയിൽ അവൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ടായിരുന്നു. അന്ന് ആശിഷിന്റെ കൂടെ നമ്മുടെ ഈ ഷിൻഡോയും ഉണ്ടായിരുന്നു. ഷിൻഡോയെ പിടിച്ച് ആശിഷ് കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് ഈ അടിയൊക്കെ ഉണ്ടായത്. അന്ന് അതൊന്നും തന്നെ നമ്മുടെ ബിൻഡോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം ചേട്ടനെ ആൾക്കാരെ അടിക്കുകയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന വീഡിയോ എടുത്തു വെച്ചിട്ട് നിന്റെ ചേട്ടനെ പോലും ആ വീഡിയോയിൽ കാണാതെ ഇത്രയും നേരം നിന്റെ ചേട്ടനെ അന്വേഷിച്ച് നീ നടന്നിരിക്കുന്നു. നീ എന്തൊരു അനിയനാടാ എന്ന് ഹരിഹരൻ അവനോട് ചോദിക്കുന്നു. ഷിൻഡോയെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിന്നെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ഐശ്വര്യയുടെ ഫ്രണ്ട്സ് ആയിട്ട് ആ കല്യാണം അറ്റൻഡ് ചെയ്യാൻ അവർ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നു. ഐശ്വര്യയുടെ അച്ഛനാകട്ടെ ആശിഷിനോട് പറയുന്നുണ്ട് ഇവരെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ആശിഷ് ഇവരെല്ലാം വന്ന് പരിചയപ്പെടുകയും ചെയ്യുന്നു. കൂട്ടത്തിൽ നമ്മുടെ ഐശ്വര്യനെ കണ്ടതും ആശിഷിന് ഒരുപാട് ഇഷ്ടമായി. അവനാകട്ടെ അവളോട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു. ഇതൊന്നും തന്നെ നമ്മുടെ ഷെബീറിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം ഷെബീറിന്റെ മനസ്സിൽ ഐശ്വര്യനോട് നേരത്തെ തന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവരെ ഗസ്റ്റ് ഹൗസിലാക്കിയ ശേഷം ആശിഷും കൂട്ടരും അവിടെ നിന്ന് പോകാൻ നേരത്ത് ബിൻഡു പറയുന്നുണ്ട് നമുക്ക് ഇവന്മാരെ ഫോളോ ചെയ്ത് പോകാം. ഇവന്മാരെന്തായാലും ഷിൻഡോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന താവളത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ അവർ കുറെ ദൂരെ ഇവരെ ഫോളോ ചെയ്ത് പോകുന്നു. ഇവരവരെ ഫോളോ ചെയ്ത് പോകുന്നത് ആശിഷിനെ മനസ്സിലായി. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പിറകെ വരുന്നെന്ന് ചോദിക്കുമ്പോൾ ഇവർ
പറയുന്നുണ്ട് ഞങ്ങൾ മദ്യഷോപ്പ് അന്വേഷിച്ച് വന്നതാണ്, മദ്യമൊക്കെ നിങ്ങൾക്ക് റൂമിലെത്തിക്കാന്ന് പറഞ്ഞിട്ട് അവരോട് പോയിക്കൊള്ളാൻ പറയുന്നു. അത് കാരണം പിന്നീട് അവരെ ഫോളോ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഇവർ തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് വരുമ്പോഴാകട്ടെ നമ്മുടെ ബിൻഡോയുടെ കൂടെ തുടക്കത്തിൽ ആ പാർട്ടിയിലുണ്ടായിരുന്ന ബെൽജിൻ എന്ന അവന്റെ കൂട്ടുകാരനില്ലേ അവൻ ഇവിടെ ഇരിക്കുന്നത് കാണുന്നു. ഓൾറെഡി ബിൻഡോ ആകട്ടെ ഷിൻഡോയെ കാണാതായ കാര്യം ഇവനോട് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇവരെല്ലാം റൂമിലിരിക്കുന്ന സമയത്ത് ആശിഷിന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ബിൻഡോയെ വിളിച്ചുകൊണ്ട് പോകുന്നു അവരുടെ റൂമിലിരിക്കുന്ന ലിക്കർ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അവൻ അവിടെ നിന്ന് ലിക്കർ എടുക്കാൻ നേരത്ത് ആശിഷ് ഫോൺ ഉപയോഗിക്കുന്നത് ബിൻഡോ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ CCTV ആപ്പിലാകട്ടെ ഷിൻഡോയെ പോലൊരാളെ അവൻ കാണുന്നുണ്ട്. അതോടുകൂടി ഇവര് ഷിൻഡോയെ എവിടോ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് വന്ന് ഇവൻ കൂട്ടുകാരോട് പറയുന്നു. അവന്റെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ CCTV ആപ്പിൽ എല്ലാം ഉണ്ട്. ഹരിഹരൻ പറയുന്നുണ്ട് ഒരു 20 സെക്കൻഡ് അവന്റെ ഫോൺ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇത് ഹാക്ക് ചെയ്യാമെന്ന്. പിന്നീട് അവന്റെ ഫോൺ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്നൊരു ചിന്തയായിരുന്നു അവർക്ക്. അങ്ങനെ ബിൻഡോ പറയുന്നു ഞാൻ അയാളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റാം. അയാൾ ഇപ്പോൾ ഫോൺ ആകട്ടെ ചാർജിനിട്ടിരിക്കുകയാണ്. ആ സമയം നിങ്ങൾ പോയിട്ട് ഫോൺ എടുക്കണം. അതായിരുന്നു അവരുടെ പ്ലാനിങ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബിൻഡോ ആകട്ടെ ആശിഷിന്റെ ആ വണ്ടിയില്ലേ അതിന്റെ മുകളിലേക്ക് ഒരു മരക്കഷ്ണം എടുത്തിരുന്നു. ആ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും അവിടേക്ക് പോയി. വണ്ടിയുടെ ചില്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷെബീറും ഹരിഹരനും കൂടെ ഫോൺ എടുക്കാൻ പോയെങ്കിലും ആ ചാർജറിന്റെ അടുത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല. ഹരിഹരനാകട്ടെ അവിടെ ഇരുന്ന കുറച്ച് ബ്രൗണീസ് എടുത്ത് കഴിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് വണ്ടി ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ആകട്ടെ നമ്മുടെ ആശിച്ച് എടുത്തിട്ട് അടിക്കുന്നതാണ് കാണുന്നത്. അവന്റെ വണ്ടിയുടെ ചില്ല് പൊട്ടിയത് കാരണം അവൻ ആകെ ദേഷ്യത്തിലായിരുന്നു. സൗണ്ട് കേട്ട് ആയിഷു അവിടേക്ക് ഓടി വന്നതും അവൻ പെട്ടെന്ന് അടി നിർത്തി. അവളുടെ മുന്നിൽ വെച്ചിട്ട് അവൻ ആരെയും അടിക്കില്ല. അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നല്ലോ അവൻ. അതുകൊണ്ട് പെട്ടെന്ന് അവനാകട്ടെ നല്ലവനെ പോലെ അഭിനയിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോയി അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഫോൺ എടുത്തെങ്കിലും പറ്റൂ. അതിന് വേണ്ടിയിട്ട് ഇവർ അടുത്ത പ്ലാനിങ് ഇടുന്നു. നമുക്ക് എന്തായാലും റിസപ്ഷന് വേണ്ടിയിട്ട് പോകാം. അവിടെ വെച്ച് അവൻ ആരെങ്കിലും ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുമായിരിക്കും. ആ സമയത്ത് കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഐഷു ആകട്ടെ അവനെ പോയിന്ന് വീഴ്ത്തണം. അവന്റെ കയ്യിൽ നിന്ന് ഫോൺ എന്തായാലും താഴെ വീഴും. ആ നേരത്ത് ഹരിഹരന്റെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇത് ഹാക്ക് ചെയ്യാം. അതിനിടയ്ക്കാകട്ടെ ആശിഷിന്റെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുറച്ച് ബ്രൗണീസ് ആകട്ടെ നമ്മുടെ ഹരിഹരനും ഷെബീറും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോ തൊട്ട് ഇവന്മാരുടെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നാണ് മനസ്സിലായത് അത് കഞ്ചാവ് ബ്രൗണിയാണെന്ന്. അത് കൂടുതലും കഴിച്ചത് ഷെബീർ ആയതുകൊണ്ട് അവന്റെ തലയ്ക്ക് നല്ല പോലെ പിടിച്ചു. അവനാകട്ടെ വായി തോന്നി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമായപ്പോ ഇവരെല്ലാവരും തന്നെ കുറച്ച് ഡ്രസ്സും റെന്റിന് എടുത്തിട്ട് ഐശ്വര്യയുടെ റിസപ്ഷന് പോകുന്നു. അങ്ങനെ പാർട്ടിയിൽ ഡാൻസ് കളിക്കുന്നതിനിടയ്ക്ക് അവന്റെ ഫോൺ എടുക്കാൻ പല ശ്രമങ്ങൾ നടത്തി. ഒന്നും നടന്നില്ല. അതിനിടയ്ക്കാകട്ടെ അവിടേക്ക് ആരോ കൊണ്ടുപോയി ജ്യൂസ് ആകട്ടെ തട്ടി അവളുടെ ദേഹത്തേക്ക് വീഴുന്നു. അവളുടെ ഡ്രസ്സിലെല്ലാം തന്നെ വീണിട്ടുണ്ടായിരുന്നു. ആശിഷ് വന്ന് അവളോട് സോറി പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, എന്റെ കയ്യിൽ ഫോണില്ല, ഇത് എത്രത്തോളം ബാഡ് ആണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുമെന്ന് അവൾ പറയുന്നു. അവൻ ഫോൺ എടുത്തിട്ട് ലോക്ക് അഴിക്കുന്നതെല്ലാം തന്നെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പാസ്വേഡ് അവൾക്ക് മനസ്സിലായി. അവൻ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ഫോട്ടോയാ, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരാമോ എന്ന് അവൾ ചോദിക്കുന്നു. അത് താൻ അയച്ചു തരാമെന്ന് അവൻ സന്തോഷത്തോടെ പറയുന്നു. അതിനിടയ്ക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ അവൾ വാങ്ങിയിട്ട് സെൽഫി എടുക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നാകട്ടെ നമ്മുടെ ഷെബീർ അവിടേക്ക് വന്നിട്ട് കൊള്ളാം, നീ അവന്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ശരിക്കും ആ ഫോൺ ആകട്ടെ കുറച്ചു നേരത്തേക്ക് ഹരിഹരന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു അത്. ഞാൻ വർഷങ്ങളായിട്ട് ഇവളുടെ പുറകെ നടക്കുകയാണ്, ഇവളെന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷെബീർ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഓൾറെഡി അവൻ ബ്രൗണി കഴിച്ചിട്ട് നല്ല പോലെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് എന്തായാലും ഫോൺ അവരുടെ കയ്യിൽ കിട്ടി. ശരിക്കും ഇത് ഷെബീറിന്റെ പ്ലാൻ ബി ആയിരുന്നു. അതുകൊണ്ട് അവൻ ആ ഒരു നാടകം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ആ നേരം കൊണ്ട് ഹരിഹരനാകട്ടെ ഫോൺ ഹാക്ക് ചെയ്യുകയും തിരിച്ചിവന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവന്റെ ഫോൺ ഹാക്ക് ചെയ്യുന്നതിലൂടെ ഷിൻഡോയെ അവർ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ആ ഒരു ഫാക്ടറിയിലേക്ക് പോവുകയായിരുന്നു ഇവർ. അവിടെ എല്ലാം തന്നെ കുറെ നായ്ക്കളുണ്ട്. ആ നായ്ക്കളെ ഓടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇവർ കഴിച്ചതിന്റെ ബാക്കി ബ്രൗണി ഇല്ലേ അതെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം തന്നെ ബോധം കെട്ട് വീഴുന്നു. അതിനിടയ്ക്ക് ബ്രൗണി കഴിച്ച് തലയ്ക്ക് പിടിച്ചിരുന്ന നമ്മുടെ ഷെബീർ ആകട്ടെ യേശുവിനോട് തന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. പല്ലിൽ ക്ലിപ്പിടണമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ ക്ലിനിക്കിലേക്ക് അവൻ പോയിട്ടുണ്ടായിരുന്നു. അവളെ കാണാൻ വേണ്ടി മാത്രമാണ് അവൻ പോയത്. ക്ലിപ്പിടേണ്ട ആവശ്യമൊന്നും അവന്റെ പല്ലിനുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ഇൻട്രോവേർട്ടായ അവനാകട്ടെ പലതവണ അവളെ കണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒടുവിലൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഒരു ദിവസം തന്റെ കൂട്ടുകാരനായ ഷിൻഡോയും കൂട്ടി ഇവളുടെ ക്ലിനിക്കിലേക്ക് പോയത്. അതിനുശേഷം ഷിൻഡോയും ഐഷുവും തമ്മിൽ ഫ്രണ്ട്സ് ആവുകയും പിന്നെ ഇവര് തമ്മിൽ റിലേഷൻഷിപ്പിലാവുകയും ചെയ്തു. ഇവന്റെ പ്രണയം പറയാൻ പോയിട്ട് അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായി. തന്റെ ഉള്ളിൽ ഇഷ്ടം ഇനിയെങ്കിലും തനിക്ക് തുറന്നു പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ബിൻഡോ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇതും സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ ആദ്യം നമുക്ക് ഷിൻഡോയെ രക്ഷിക്കാമെന്ന്. അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് ഐഷു ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അതിനെപ്പറ്റിയൊക്കെ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവര് ഷിൻഡോയെ രക്ഷിക്കാൻ പോയി. അങ്ങനെ അവിടെ കെട്ടിയിട്ടിരുന്ന ഷിൻഡോയെ ഇവര് രക്ഷിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് അവിടെ നിന്ന് പോകാമെന്ന് പറയുന്നു. കാരണം ആശിഷ് CCTVയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കാണും. എന്നാൽ ഷിൻഡോ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല എന്ന്, എനിക്ക് ഐശ്വര്യയെ കാണണം, അവളെ കാണാതെ ഞാൻ എന്തായാലും വരില്ല. ഇത് കേട്ട് ബിൻഡോ പറയുന്നു ചേട്ടൻ ഐശ്വര്യ ചേച്ചി ഇത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചേച്ചിയും കൂട്ടിയിട്ട് തന്നെ ഇവിടുന്ന് പോകും. ഇനി ആരൊക്കെ എതിർത്താലും നമുക്കൊരു പ്രശ്നമല്ല, നിങ്ങളുടെ കല്യാണം എങ്ങനെയും ഞങ്ങൾ നടത്തും. എന്നാൽ ഇത് കേട്ട് ഷിൻഡോ പറയുന്നു, ആരുടെ കല്യാണമെന്ന്, എനിക്ക് അവളെ ഒന്നും കല്യാണം കഴിക്കണ്ട, പിന്നെന്തിനാ അവളെ കാണുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഷിൻഡോ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. ഇവരുടെ ബിസിനസ് പൊട്ടി കടം കയറി നിൽക്കുന്ന സമയത്ത് അവൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഷിൻഡോയോട് പറഞ്ഞു. അത് കാരണമാണ് അവൻ പലയിടത്തുനിന്ന് മറിച്ചിട്ട് 20 ലക്ഷം രൂപ അവൾക്ക് കൊടുത്തത്. അമേരിക്ക എത്തിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും കടം വീട്ടാമെന്ന് ഇവൻ വിശ്വസിച്ചു. എന്നാൽ അവളാകട്ടെ ആ കാശും കൊണ്ട് മുങ്ങി. അവളുടെ കയ്യിൽ നിന്ന് ആ കാശ് തിരിച്ചു
കാശ് വാങ്ങിക്കാനാണ് ഇവന് ഇങ്ങോട്ട് വന്നത്, അല്ലാതെ അവളെ കല്യാണം കഴിക്കാനൊന്നുമല്ല. ആ കാശ് കിട്ടാതെ എനിക്ക് പോകാൻ പറ്റില്ല. ആ കാശ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ കൊറിയർ ബാബുവിന് പോലും കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റൂ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആശിഷും കൂട്ടരും അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. അവസാനം ആശിഷ് തോക്കെടുക്കുന്നു. അതോടുകൂടി എല്ലാവരും ഒരിടത്ത് നിൽക്കുകയാണ്. ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു കടന്നൽ കൂട് കാണുന്നുണ്ട്. ഇവർ അതിലേക്ക് ഒരു കല്ലെടുത്തെറിയുകയും അതെല്ലാം കൂടി ആശിഷിന്റെ കൂട്ടരുടെയും നേരെ പോവുകയും ചെയ്യുന്നു. ആ സമയം കൊണ്ട് ഇവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ പോലും ഷിൻഡോ പറയുന്നുണ്ട്, തലനാരിക്ക് രക്ഷപ്പെട്ടിട്ട് പോലും ഷിൻഡോ പറയുന്നുണ്ട് ഐശ്വര്യ കണ്ട് കാശ് തിരിച്ചു ചോദിക്കാതെ എനിക്ക് വരാൻ പറ്റില്ല എന്ന്. അവർ നേരെ പോകുന്നത് അവളുടെ റിസപ്ഷനിലേക്കാണ്. അവിടെ എത്തി റിസപ്ഷനിൽ ഫോട്ടോ എടുക്കുന്ന രീതിയിൽ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് അവളോട് കാശ് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് അതെനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന്. ഇവിടെ എന്റെ ചേട്ടനെ അച്ഛനെ എനിക്ക് നിനക്കറിയാമല്ലോ, അവരുടെ അടുത്ത് നിന്ന് നിനക്ക് എന്തായാലും ആ കാശും കൊണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അവളുടെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്ന് അവൻ ഉറപ്പായി. എന്നാ പിന്നെ ശരി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവളെ ഒന്ന് ഹഗ് ചെയ്തിട്ട് അവൻ അവിടെ നിന്നും തിരിച്ചു പോകുന്നു. കാശ് ചോദിക്കാൻ വന്നവൻ ഇത്ര കൂളായിട്ട് തിരിച്ചു പോകുന്നത് എന്താന്നല്ലേ, അവൻ ആ കാശിന് പകരമായിട്ട് അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന വില കൂടിയ നെക്ലസ് അടിച്ചു മാറ്റിയിരുന്നു. അത് വിറ്റ് കഴിഞ്ഞാൽ അവന് കിട്ടാനുള്ളതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടുമെന്ന് ഉറപ്പാണ്. അവരങ്ങനെ അവിടെ നിന്നും പോകുന്ന വഴിക്കാകട്ടെ അടുത്ത ഒരു ടീം ഇവരുടെ ഫ്രണ്ടിലേക്ക് വരുന്നു. ഇനി ഇവരാരാണെന്നല്ലേ, തുടക്കത്തിൽ നമ്മുടെ ബിൻഡോ ആകട്ടെ ഒരടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കെ അവന്റെ ഫോൺ ഒരാളെ തട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരുത്തനെ അവൻ അടിക്കുകയും ചെയ്തു. ആ ഒരു ഗ്യാങ്ങിലെ ആൾക്കാരാണിത്. ബിൻഡോയെ കണ്ടിട്ട് അവന് പണി കൊടുക്കാൻ വന്നതാണ്. ഇതിനെ നമ്മൾ ഒരുമിച്ച് നേരിടുമെന്ന് പറഞ്ഞിട്ട് ബിൻഡോയും കൂട്ടരും പുറത്തേക്ക് ഇറങ്ങിയതും നമ്മുടെ കൊറിയർ ബാബു പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഇനി അടിയുണ്ടാക്കാൻ വയ്യാന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ തിരിച്ചു പോകുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മാത്രമല്ല നമ്മുടെ സീരീസ് ചാനലിൽ കൊറിയൻ ഡ്രാമാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.